ഹായ് ഗുഡ് മോർണിംഗ് സ്റ്റുഡൻസ്. അപ്പം നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ വേണ്ടിയിട്ട് പോകുന്നത് ജെൽ ഫിൽട്രേഷൻ ക്രൊമാറ്റോഗ്രഫീനെ കുറിച്ചിട്ടാണ്. അപ്പോൾ ജെൽ ഫിൽട്രേഷൻ ക്രൊമാറ്റോഗ്രഫീനെ ജെൽ ഫിൽട്രേഷൻ എന്ന് പറയാറുണ്ട്. അതുപോലെ തന്നെ സൈസ് എക്സ്ക്ലൂഷൻ ക്രൊമാറ്റോഗ്രഫി എന്നുകൂടി പറയാറുണ്ട്. അപ്പോൾ ഇതിൻ്റെ പ്രിൻസിപ്പിൾ എന്ന് പറയുന്നത്, here the mixture of substance is separated based on their molecular size using porous matrix of stationary phase and a buffer as a mobile phase. അപ്പോൾ എന്താ പറഞ്ഞേക്കുന്നത്, മിക്സ്ചർ ഓഫ് സബ്സ്റ്റൻസിൽ നിന്ന് അതിൻ്റെ മോളിക്കുലാർ സൈസിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മൾ മിക്സ്ചർ ഓഫ് കോമ്പോണൻറ്റിനെ സെപ്പറേറ്റ് ചെയ്യുന്ന ടെക്നിക്കാണ് ജെൽ ഫിൽട്രേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഇതിന് യൂസ് ചെയ്യുന്ന സ്റ്റേഷനറി ഫേസിനൊരു പ്രത്യേകതയുണ്ട്. എന്താണ്? പോറസ് ആയിട്ടുള്ള മെട്രിക്സ് ആണ്. പോറസ് ആയിട്ടുള്ള സ്റ്റേഷനറി ഫേസാണ് നമ്മൾ ജെൽ ഫിൽട്രേഷൻ ക്രൊമാറ്റോഗ്രഫിയിൽ യൂസ് ചെയ്യുന്നത്. അതുപോലെ തന്നെ ബഫർ സൊല്യൂഷനാണ് മൊബൈൽ ഫേസായിട്ട് ഇതിൽ യൂസ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ പറഞ്ഞു സെപ്പറേഷൻ ഈസ് ടേക്ക് പ്ലേസ് ഡ്യൂ ടു ദ ഡിഫറൻസ് ഇൻ ദ മോളിക്കുലാർ വെയ്റ്റ്. അപ്പോൾ സെപ്പറേഷൻ നടക്കുകയെന്ന് വെച്ചാൽ ലാർജ് മോളിക്കുലാർ സൈസ് ആയിട്ടുള്ള മോളിക്കുലാർ വെയ്റ്റ് ആയിട്ടുള്ള കോമ്പൗണ്ട് ഫസ്റ്റ് സെപ്പറേറ്റ് ചെയ്തിട്ട് വരുന്നു. അപ്പോൾ എങ്ങനെയാണ് ഈ സൈസ് എക്സ്ക്ലൂഷൻ ക്രൊമാറ്റോഗ്രഫിയുടെ മെത്തേഡോളജി എന്ന് പറയുന്നതാണെങ്കിൽ, അപ്പോൾ ഇവിടെ നോക്കുക, ഡിഫറെൻറ്റ് സൈസുള്ള മിക്സ്ചർ ഓഫ് കോമ്പോണൻ്റ് ആണ്. അപ്പോൾ അതിൽ ഡിഫറെൻറ്റ് സൈസിനെ സെയിം കളർ കൊണ്ടാണ് റെപ്രസെൻ്റ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇതിൽ നോക്കുകയാണെങ്കിൽ റെഡ് കളേർഡ് ആയിട്ടുള്ള കോമ്പൗണ്ടാണ് വലിയ സൈസുള്ളത്. പിന്നെ ഇൻ്റർമീഡിയറ്റ് സൈസുള്ളതാണ് ഗ്രീൻ. ദെൻ ബ്ലൂ ആണ് ഏറ്റവും സൈസ് കുറഞ്ഞതായിട്ടുള്ള മോളിക്യൂൾ. അപ്പോൾ ഡിഫറെൻറ്റ് സൈസുള്ള മോളിക്യൂളിൻ്റെ ഒരു മിക്സ്ചറാണ് ഇവിടെ നമ്മൾ സെപ്പറേറ്റ് ചെയ്യാൻ പോകുന്നത്. ഏത് മെത്തേഡ് യൂസ് ചെയ്തിട്ടാണ് സെപ്പറേഷൻ നടക്കുന്നത്? ജെൽ ക്രൊമാറ്റോഗ്രഫി എന്ന് പറയുന്ന മെത്തേഡ് വെച്ചിട്ട് നമ്മൾ സെപ്പറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പോവുകയാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മളൊരു സ്റ്റേഷനറി ഫേസ് യൂസ് ചെയ്യുന്നു. സ്റ്റേഷനറി ഫേസിൻ്റെ പ്രത്യേകത എന്താണ്? നമ്മൾ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു. സ്റ്റേഷനറി ഫേസിൽ പോറസ് ആയിട്ടുള്ള സ്റ്റേഷനറി ഫേസാണ്. അപ്പോൾ സ്റ്റേഷനറി ഫേസ് ഒരു കോളത്തിൽ നമ്മൾ ഫില്ല് ചെയ്ത് വെച്ചിട്ടുണ്ട്. ആ കോളത്തിൽ സ്റ്റേഷനറി ഫേസ് ഫില്ല് ചെയ്തപ്പോൾ അതിൻ്റെ ഇടയിൽ കുറച്ച് സ്ഥലങ്ങളുണ്ട് അല്ലേ? അപ്പോൾ ആ സ്പേസിലേക്ക് കൂടി എന്ത് ചെയ്യുന്നു? മോളിക്കുലാർ വെയ്റ്റ് കൂടിയതായിട്ടുള്ള മോളിക്കുലാർ സൈസ് കൂടുതലായിട്ടുള്ള പാർട്ടിക്കിൾ ഫസ്റ്റ് മൂവ് ചെയ്യുന്നു. മോളിക്കുലാർ വെയ്റ്റ് കുറഞ്ഞതോ? അപ്പോൾ മോളിക്കുലാർ വെയ്റ്റ് കുറവുള്ളത് എന്ത് ചെയ്യുന്നു? ഓരോ പോറസ് ആയിട്ടുള്ള സ്റ്റേഷനറി ഫേസാണ് യൂസ് ചെയ്യുന്നു എന്ന് പറഞ്ഞു. അപ്പോൾ ആ അകത്ത് കൂടിയിട്ടാണ് താഴോട്ട് ഇല്യൂട്ട് ചെയ്തിട്ട് വരുന്നത്. അതുകൊണ്ടാണ് നമുക്ക് എന്ത് മനസ്സിലാക്കാം? മോളിക്കുലാർ സൈസ് കൂടുതലായിട്ടുള്ള പാർട്ടിക്കിൾ മിക്സ്ചർ ഓഫ് കോമ്പൗണ്ടിൽ നിന്ന് ഫസ്റ്റ് സെപ്പറേറ്റ് ചെയ്യുന്നു. പിന്നെ ഇൻ്റർമീഡിയറ്റ്, പിന്നെ ഏറ്റവും സൈസ് കുറഞ്ഞത് എന്താണ് ലാസ്റ്റ് സെപ്പറേറ്റ് ചെയ്ത് വരുന്നത്? അത് ഈ സ്റ്റേഷനറി ഫേസ് ഉണ്ടാക്കാൻ യൂസ് ചെയ്തിട്ടുള്ള പോറസ് ആയിട്ടുള്ള ആ സ്പേസിലേക്ക് കൂടിയാണ് എന്ത് ചെയ്യുന്നത്? ഇല്യൂട്ട് ചെയ്തിട്ട് വരുന്നത്. അപ്പോൾ ഇവിടെ ഒരു ഗ്രാഫ് പ്ലോട്ട് ചെയ്തിട്ടുണ്ട്. ടൈം വേഴ്സസ് വോളിയാണ് പ്ലോട്ട് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഫസ്റ്റ് ടൈമിൽ റെഡ് ആയിട്ടുള്ള അതായത് മോളിക്കുലാർ സൈസ് കൂടിയത് ഫസ്റ്റ് സെപ്പറേറ്റ് ചെയ്യുന്നു. ദെൻ ഗ്രീൻ, ദെൻ ലാസ്റ്റ് ബ്ലൂ. അപ്പോൾ അതാണ് ഇവിടെ റെപ്രസെൻ്റ് ചെയ്തിട്ടുള്ളത്. ഓക്കെ, ഇനി നമുക്ക് പഠിക്കാനുള്ളത് ടൈപ്പ് ഓഫ് ജെൽ ക്രൊമാറ്റോഗ്രഫിയാണ്. 2 ടൈപ്സ് ഓഫ് ജെൽ ക്രൊമാറ്റോഗ്രഫിയാണ് ഉള്ളത്. അപ്പോൾ അതിലൊന്നാണ് ജെൽ ഫിൽട്രേഷൻ ക്രൊമാറ്റോഗ്രഫി, രണ്ടാമത്തത് ജെൽ പെർമിയേഷൻ ക്രൊമാറ്റോഗ്രഫി. ആദ്യം നമുക്ക് എന്താണ് ജെൽ ഫിൽട്രേഷൻ ക്രൊമാറ്റോഗ്രഫി എന്ന് നോക്കാം. അപ്പോൾ ഇതിൽ യൂസ് ചെയ്യുന്നത് അക്വസ് ആയിട്ടുള്ള മൊബൈൽ ഫേസാണ്, അല്ലെങ്കിൽ ബഫർ സൊല്യൂഷനാണ് മൊബൈൽ ഫേസായിട്ട് യൂസ് ചെയ്യുന്നത്. പക്ഷേ ജെൽ പെർമിയേഷൻ ക്രൊമാറ്റോഗ്രഫിയിൽ നോൺ അക്വസ് ആയിട്ടുള്ള മൊബൈൽ ഫേസസാണ് യൂസ് ചെയ്യുന്നത്. അതായത് പിരിഡിൻ, ക്ലോറോഫോം, ടെട്രാഹൈഡ്രോഫ്യൂറാൻ, അതൊക്കെയാണ് എന്നാൽ ജെൽ പെർമിയേഷൻ ക്രൊമാറ്റോഗ്രഫിയിൽ യൂസ് ചെയ്യുന്നത്. ജെൽ ഫിൽട്രേഷൻ ക്രൊമാറ്റോഗ്രഫിയിൽ എന്താണ് യൂസ് ചെയ്യുന്നത്? ബഫർ സൊല്യൂഷനാണ്. ദെൻ കാർബോഹൈഡ്രേറ്റ് ക്രോസ് ലിങ്കിങ് ഏജൻറ്റ്സ് ആണ് സ്റ്റേഷനറി ഫേസ് ആയിട്ട് യൂസ് ചെയ്യുന്നത്. അതായത് ഡെക്സ്ട്രോസ്, അഗാരോസ്, പോളിഅക്രിലമൈഡ് ഇതൊക്കെയാണ് യൂസ് ചെയ്യുന്നത്. ദെൻ ഇതിൽ ജെൽ പെർമിയേഷൻ ക്രൊമാറ്റോഗ്രഫിയിൽ യൂസ് ചെയ്യുന്നത് സെമി റിജിഡ് അല്ലെങ്കിൽ റിജിഡ് ജെൽസ് ആണ് ജെൽ പെർമിയേഷൻ ക്രൊമാറ്റോഗ്രഫിയിൽ യൂസ് ചെയ്യുന്നത്. ഓക്കെ, ഇത്രയും കാര്യങ്ങൾ മനസ്സിലായല്ലോ. ഒന്നുമില്ല,
മോളിക്കുലാർ സൈസ് കൂടിയത് എന്ത് ചെയ്യുന്നു, ഫസ്റ്റ് സെപ്പറേറ്റ് ചെയ്യുന്നു. മോളിക്കുലാർ സൈസ് കുറവുള്ളത് പോറസ് പാത്തിലൂടെ മൂവ് ചെയ്തിട്ട് ഏറ്റവും ലാസ്റ്റ് സെപ്പറേറ്റ് ചെയ്യുന്നു. അപ്പോൾ സൈസിൻ്റെ അടിസ്ഥാനത്തിൽ മിക്സ്ചർ ഓഫ് കോമ്പോണൻറ്റിനെ സെപ്പറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന ടെക്നിക്കാണ് എന്തെന്ന് പറയുന്നത്, ജെൽ ക്രൊമാറ്റോഗ്രഫി എന്ന് പറയുന്നത്. ഓക്കെ. അപ്പോൾ സാധാരണയായിട്ട് യൂസ് ചെയ്യുന്ന മൊബൈൽ ഫേസ് ബഫേഴ്സ് ആണെന്ന് പറഞ്ഞു അല്ലേ. ഇതിൽ ഫോസ്ഫേറ്റ് ബഫർ, അതുപോലെ തന്നെ പേജ് 7 ഫോസ്ഫേറ്റ് ബഫർ, സോഡിയം ക്ലോറൈഡ് സൊല്യൂഷൻ, അമോണിയം അസറ്റേറ്റ്, അമോണിയം ബൈകാർബണേറ്റ്, എത്തിലീൻ ഡൈഅമീൻ അസറ്റേറ്റ്, ഇതൊക്കെയാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. പിന്നെ ഇല്യൂഷൻ ടെക്നിക്ക് ഓൾറെഡി നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. കളക്റ്റഡ് എ ഫ്രാക്ഷൻ ലൈക്ക് കോളം ക്രൊമാറ്റോഗ്രഫിയിൽ ചെയ്യുന്ന പോലെയാണ്. ഓരോ ടൈം ഇൻ്റർവെല്ലിൽ കളക്ട് ചെയ്തിട്ടാണ് ചെയ്യുന്നത്. ഡിറ്റക്ഷനും അതുപോലെ തന്നെയാണ്. യു വി സ്പെക്ട്രോസ്കോപ്പിക്കൽ ടെക്നിക്ക് വെച്ചിട്ടാണ് നമ്മൾ ഇതിനെ ഡിറ്റക്റ്റ് ചെയ്യുന്നത്. ഓക്കെ. ദെൻ പ്രൊസീജിയർ ഫോർ ദ ജെൽ ഫിൽട്രേഷൻ ടെക്നിക്ക് എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ ഫസ്റ്റ് പാർട്ട് എന്ന് പറയുന്നത് പ്രിപ്പറേഷൻ ഓഫ് കോളാണ്. അപ്പോൾ പ്രിപ്പറേഷൻ ഓഫ് കോൾ എങ്ങനെയാണ് ചെയ്യുന്നത്, പോറസ് ആയിട്ടുള്ള ബീഡാണ് അല്ലേ നമ്മൾ സ്റ്റേഷനറി ഫേസ് ആയിട്ട് യൂസ് ചെയ്യുന്നത്. അപ്പോൾ അത് പൗഡർ ഫോമിലാണ് ഉണ്ടാവുക. ആർ മെയ്ഡ് ഇൻ ടു സ്ലറി വിത്ത് മൊബൈൽ ഫേസ്. ആദ്യം എന്ത് ചെയ്യുന്നു, പൗഡർ ഫോമിലുള്ള സ്റ്റേഷനറി ഫേസിനെ മൊബൈൽ ഫേസ് വെച്ചിട്ട് ഒരു സ്ലറി ആയിട്ട് മാറ്റുന്നു. ആൻഡ് അലൗഡ് ടു ബിക്കം ജെൽ. Sometimes the heating may be required depending upon the material to form a gel. After sufficient time, the column made of glass or inert material is filled to get a packed bed of gel. Typically, the column has a length of about 10 cm to 60 cm depending upon various factors. Okay. അപ്പോൾ എന്താ പറഞ്ഞേക്കുന്നത്, പൗഡർ ഫോമിലായിരിക്കും എന്തുണ്ടാവുക, സ്റ്റേഷനറി ഫേസ് ഉണ്ടാവുക. ആദ്യം അത് എന്ത് ചെയ്യുന്നു, സ്ലറി ആക്കിയിട്ട് മാറ്റുന്നു. ഏത് വെച്ചിട്ടാ, മൊബൈൽ ഫേസ് വെച്ചിട്ട് സ്ലറി ആക്കുന്നു. എന്നിട്ട് കുറച്ച് വെയിറ്റ് ചെയ്യുന്ന സമയത്ത് അത് ജെല്ലാവുന്നു. ചില സമയത്ത് ടെമ്പറേച്ചർ അപ്ലൈ ചെയ്യുന്നു. അതിനുശേഷം ഗ്ലാസ് കൊണ്ട് ഉണ്ടാക്കിയിട്ടുള്ള അല്ലെങ്കിൽ ഇനേർട്ട് മെറ്റീരിയൽ കൊണ്ട് ഉണ്ടാക്കിയിട്ടുള്ള കോളത്തിൽ ഫില്ല് ചെയ്യുന്നു. ദെൻ നെക്സ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് വാഷിംഗ് ഓഫ് ദ കോളാണ്. ദ പാക്ക്ഡ് ബെഡ് ഈസ് equilibrated with the buffer which fills the pores into the bead as well as the space between the beads. Now the packed bed of the column is ready to separation. അപ്പോൾ എന്താ ചെയ്യുന്നത്, വാഷിംഗ് ഓഫ് ദ കോളം എന്ന് പറഞ്ഞാൽ എന്താ, ഏത് മൊബൈൽ ഫേസ് ആണോ നമ്മൾ യൂസ് ചെയ്യുന്നത് അത് ഒന്ന് ജസ്റ്റ് കോളത്തിലൂടെ പാസ് ചെയ്യിപ്പിക്കുന്നു. ഇക്വിലിബ്രേഷന് വേണ്ടിയിട്ട് ആ സ്പേസും പോറസിലുള്ള പാർട്ടൊക്കെ മൊബൈൽ ഫേസ് വെച്ചിട്ട് ഇക്വിലിബ്രേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് വാഷിംഗ് ഓഫ് ദ കോളം ചെയ്യുന്നത്. ദെൻ നെക്സ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് എന്താണ്, ലോഡിംഗ് ഓഫ് ദ സാമ്പിൾ ആണ് അല്ലേ. അപ്പോൾ ലോഡിംഗ് ഓഫ് ദ സാമ്പിൾ എന്താണ്, ദ കോമ്പൗണ്ട്സ് ടു ബി സെപ്പറേറ്റഡ് ഇൻ ദ ഫോം ഓഫ് സൊല്യൂഷൻ ഈസ് ചാർജ്ഡ് ഇൻ ടു ദ കോളം followed by flow of mobile phase with a specific flow rate under gravity. Then elution using mobile phase. Elution is carried out with the buffer at a optimum flow rate to give maximum resolution. Peaks and small volume fraction are collected for detection of individual component. Then detection of the component already പറഞ്ഞു കഴിഞ്ഞു. UV absorbance വെച്ചിട്ടാണ് നമ്മൾ ഡിറ്റക്റ്റ് ചെയ്യുന്നത്. ദെൻ ഫാക്ടേഴ്സ് അഫക്റ്റിംഗ് റെസൊല്യൂഷൻ എന്ന് പറയുന്നത് ഏതൊക്കെയാണെന്ന്, സാമ്പിൾ വോളിയം ഉണ്ട്, പിന്നെ റേഷ്യോ ഓഫ് ദ സാമ്പിൾ വോളിയം ടു കോളം വോളിയം, ഫ്ലോ റേറ്റ് ഓഫ് ദ മൊബൈൽ ഫേസ്, കോളം ഡയമെൻഷൻസ്, പാർട്ടിക്കിൾ സൈസ് ആൻഡ് ഇറ്റ്സ് ഡിസ്ട്രിബ്യൂഷൻസ്, പാക്കിംഗ് ഡെൻസിറ്റി, പോൾ സൈസ് ഓഫ് ദ പാർട്ടിക്കിൾ, വിസ്കോസിറ്റി ഓഫ് ദ സാമ്പിൾ ആൻഡ് ബഫർ. അപ്പോൾ ഇതൊക്കെയാണ് ഇതിൻ്റെ ഫാക്ടേഴ്സ് അഫക്റ്റിംഗ്. ദെൻ ലാസ്റ്റ് വൺ നമുക്ക് ആപ്ലിക്കേഷൻസ് ആണ് നോക്കേണ്ടത്. എന്തൊക്കെയാണ് ആപ്ലിക്കേഷൻസ്? അതിൽ ഫസ്റ്റ് ആപ്ലിക്കേഷൻ പറയുന്നത് സെപ്പറേഷൻ ഓഫ് ദ പ്രോട്ടീൻ ഇൻ മിക്സ്ചേഴ്സ് ആണ്. ആസ് ദ മോളിക്കുലർ വെയ്റ്റ് ഓഫ് ഈച്ച് പ്രോട്ടീൻ ഈസ് ഡിഫറെൻറ്റ്, ജെൽസ് ഓഫ് റിക്വയർഡ് സ്പെസിഫിക്കേഷൻ ഈസ് യൂസ്ഡ് ടു സെപ്പറേറ്റ് മിക്സ്ചർ ഓഫ് ദ പ്രോട്ടീൻ ഇൻ ടു പ്യൂർ കമ്പോണൻറ്റ്. This technique is most suited for the separation of small proteins, large protein and polynucleotide DNA fragments, small virus particles, peptides, globular proteins, peptides, hormones, monoclonal antibodies, etc. Then second application എന്ന് പറയുന്നത് എന്താണ്, determination of approximate molecular weight. The procedure
എങ്ങനെയാണെന്ന് ദ ജെൽ കോളം ഈസ് കാലിബ്രേറ്റഡ്. ആദ്യം എന്ത് ചെയ്യുന്നു? ജെൽ കോളം കാലിബ്രേറ്റ് ചെയ്യുന്നു. ഫോളോഡ് ബൈ ദ സെപ്പറേഷൻ ഓഫ് അൺനോൺ കോമ്പൗണ്ട്സ് ഇൻ ദ സെയിം കോളം ഫ്രം ദ ഇല്യൂഷൻ വോളിയം, ദ കാലിബ്രേഷൻ ഗ്രാഫ്, ദ അപ്രോക്സിമേറ്റ് മോളിക്കുലർ വെയിറ്റ് ഈസ് ഡിറ്റർമൈൻഡ്. ദെൻ തേർഡ് ആപ്ലിക്കേഷൻ എന്ന് പറയുന്നത് പ്യൂരിഫിക്കേഷൻ ഓഫ് മാക്രോമോളിക്യൂൾസ്, പ്രോട്ടീൻസ്, എൻസൈംസ്, അമിനോ ആസിഡ്, പോളിസാക്കറൈഡ്സ് എക്സെട്ര. ദെൻ ഫോർത്ത് വൺ എന്ന് പറയുന്നത് desalting of proteins. When the salt are used in the separation of proteins into the fraction to remove the salt from purification of proteins, gel filtration is used. Salt travels slower in the gel and these large molecules are excluded from the column first. ഇത്രയും കാര്യങ്ങളാണ് ജെൽ ഫിൽട്രേഷനിൽ നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത്. Thank you.